ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ മോനും കൂടി ഇട്ട് പോകണം. ഒന്ന് കാക്കില്ല, ചെറിയ മോലിയാവും ആരും കേട്ടോ, ഞങ്ങൾ രണ്ടാളും മാത്രം. ഓരോ മുമ്പൊക്കെ നല്ല ഡാൻസൊക്കെ കളിച്ചിട്ടാട്ടോ പോണേ. ഭയങ്കര ഹാപ്പിനെസ്സിലാട്ടോ പോണേ. കാരണം എന്താ വെച്ചാൽ ഓൻ കുറേ ദിവസമായി പറയണു ഓനൊരു സർപ്രൈസ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓന് മദ്രസിൽ സ്കൂളിലൊക്കെ മാർക്ക് കൂടുകയാണെങ്കിൽ കൊടുക്കാന്ന് പറയുന്നത്. അപ്പം എന്നോട് അവൻ പറയുന്നത് മദ്രസിൽ ഞാൻ ഇത്ര മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ വെച്ചെത്തും മേടിച്ചത്. അതിൻ്റെ മുമ്പൊക്കെ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മേടിച്ച് തരണം എന്നാണ് ഞങ്ങൾ ബെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ചു കൊടുക്കാൻ പോകണം എന്താണെന്ന് എനിക്കറിയില്ല. അതാ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ചങ്ങായിനെ കണ്ടു കേട്ടോ. അപ്പോൾ രണ്ടാളും അങ്ങനെ തൊളക്കൂടൊക്കെ കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞ് പോവുകയാണ്. തൊണ്ടക്ക് ഭയങ്കര ഉണ്ട് കേട്ടോ. തൊണ്ട അടിയുന്നുണ്ട്. ചിലപ്പോൾ മറ്റന്നാൾ വീഡിയോ ഇടാൻ മറ്റന്നാളൊക്കെ വീഡിയോ കമ്മിയായി. കാരണം തൊണ്ടവേദന മാറുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇടും. അങ്ങനെ പനി ഭേദമായിക്കണം. പക്ഷെ തൊണ്ടക്ക് ഭയങ്കര ഇടങ്ങാറാണ്. തൊണ്ട അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെക്കോർഡിംഗ് ഒന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ തൊണ്ടക്ക് നല്ല വരുന്നുണ്ട്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാട്ടെന്നെ. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ പോവാണ്. ഇതാണല്ലോ വലിയൊരു ആനലോറി. ഈ ഡ്രസ്സിൻ്റെ സ്ഥലം എന്നാണ് ഈ റോഡ് സൈഡിൽ ചെയ്ത് ഞങ്ങളിവിടെ ആഴ്ചയിൽ ഒരു ദിവസം വരുന്നതാട്ടോ. ഇവിടെ നല്ല ആദായത്തിൽ നമുക്ക് പാൻറ്റും കുപ്പായങ്ങളൊക്കെ കിട്ടും. തോർത്തുമുണ്ട് അങ്ങനത്തെ ഒക്കെ ഇവിടെ ഈ കടയിൽ. അപ്പോൾ വലിയ വലിയ നല്ല 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 ഡ്രസ്സുകളാട്ടോ ഈ കടയിൽ. ചെറിയൊരു കടയുടെ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ ഈ കാക്ക. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. എന്താന്ന് ഓനോട് ഞാൻ പറഞ്ഞു കൊടുത്തില്ലോ. എന്നോട് പറഞ്ഞു എനിക്ക് ഡയറി മിൽക്ക് മതി പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ആളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞേ നമ്മളാണല്ലോ മേടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളല്ലാതെ പറയില്ല, ഓനോട് പറയാൻ പാടില്ല. അപ്പോൾ ഓൻ ആ ഒരു ഇതിലിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരാട്ടോ. എന്താ അവൻ്റെ വർത്താനം അറിയോ? എന്താ മെച്ചേച്ചി മേടിച്ചേന്ന് പറയേ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഉമ്മ പിന്നെ മിന്നലെ വന്നപ്പോൾ അവന് പൈസയും കൊടുത്തു. അപ്പോൾ എന്നോട് ഉമ്മ പൈസ നിൽക്കണല്ലോ ചത്തിയിട്ട് മേടിച്ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉമ്മമാരെ പൈസ എടുത്തോ. അവനക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഉമ്മമ്മ ഇപ്പപ്പിക്കുന്ന പറഞ്ഞിട്ടല്ലേ പേരക്കുട്ടികളെ ഭയങ്കര നാസാക്കുന്ന രണ്ടാൾക്കാരാട്ടോ ഓല്. ഉമ്മമാർ പാരടുത്തെ ഓലെ പരിപ്പൊക്കെ വേകുള്ളൂ. നമ്മളൊന്നും അങ്ങനെ അയക്കൂലല്ലോ. ഓല് എന്ത് പറഞ്ഞാലും ഉമ്മമാർക്ക് ഇപ്പപ്പാർക്കും 100 വട്ടം സമ്മതം. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഓൽക്ക് കേൾക്കാൻ കഴിയൂല. പേരക്കുട്ടികൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ഉമ്മാനോട് എപ്പോഴും ഞാൻ തിരക്കൂട്ടാ പേര് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ പറ്റൂല. എൻ്റെ മക്കളെ ഭയങ്കര പേരക്കുട്ടികൾ ഭയങ്കര സ്നേഹിക്കാരെന്നാണ് കേട്ടോ. മക്കളോടുള്ള അധികാരം കാട്ടുന്നതാണ്. പേരക്കുട്ടികളോട് നമ്മളോടുള്ള ഇഷ്ടം തന്നെയാണ് ഓരോട് കാട്ടുന്നത്. പക്ഷേ ചില നേരത്തെ അസൂയായിട്ട് അങ്ങനെ കാണുമ്പോൾ ഞാൻ എന്നിട്ട് എപ്പോഴും പറയും ഈ ഒരു കാക്കനാണ് ആരോഗ്യക്ക് ഈ വണ്ടി വരുന്നുണ്ട് എന്നിട്ട് ആ കാക്ക എൻ്റെ സോനന് സേനോന് ചെറിയ മോൻ അംഗനവാടിക്കൊക്കെ പോകുമ്പോൾ മുട്ടായൊക്കെ മേടിച്ചു കൊടുക്കണം കാക്കയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ ബുക്ക് സ്റ്റാർക്ക് കിടക്കുക അവിടെ തന്നെ എനിക്ക് മേടിച്ച് തരുന്നത്. അവനക്ക് കൊടുക്കാൻ പോകേണ്ടിയെന്ന് അറിയില്ല, എന്താ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ ബുക്ക് സ്റ്റാർക്കും വെച്ച് ചോദിച്ചു. ഒരു നേരം മുട്ടായോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് കേട്ടോ. എന്നോട് കുറേ ആയിട്ടോ പറയണു. എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോൻ്റെ കൈക്കൊക്കെ കണ്ടിരുന്നു ഈ തലമ വെച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ചെവി ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എൻ്റെ തൊണ്ടക്ക് ഭയങ്കര ഇത് വരുന്നുണ്ട്. പൂച്ചക്ക് ബെൽറ്റ് വാങ്ങാൻ വന്നപ്പോൾ ഞാൻ ഈ സംഭവം കണ്ടീന്. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ലേന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓന് എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. അതൊരു മുഖത്ത് നോക്കുന്നുണ്ടാ. ഓൻ എന്താ എന്നോട് പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ആ ഡയറി മിൽക്കിലറൊക്കെ വലിയ ലഡുപൊട്ടലായിട്ടോ. പിന്നെ ഉമ്മാൻ്റെ പൈസ എൻ്റെ പൈസയും കൂടിയാണ്. നമ്മൾ സമ്മാനം എന്ന് പറയുമ്പോൾ ഇമ്മാൻ്റെതും കൂടി ഉണ്ടാവും നമ്മൾ പറയണല്ലോ. അങ്ങനെ എൻ്റെ ഉമ്മാക്ക് പറയണമൊന്നും പറ്റില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഈ ബ്ലാക്കും ഈ കളറും ഉള്ളതിന്. അപ്പോൾ ഓനാണ് എനിക്കിത് മതി മെച്ചേ പറഞ്ഞിട്ടാ. അപ്പോൾ ഞങ്ങളത് എടുത്തു. ഓനിങ്ങനെ ഓരോന്ന് പറയട്ടോ. അവൻ്റെ എന്താണെന്നറിയോ, ഓനോട് ഞാൻ തലേന്ന് എടുത്ത് വെക്കിയ ആൾക്കാർ കാണുന്നൊക്കെ പറയട്ടെ. ഓനൊരു ഇതുമില്ല, അതവിടെ നിന്നോട്ടെ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ഓനെ ഞാൻ എടുത്താണ് ഞങ്ങൾ സ്കൂൾ അറിഞ്ഞില്ലേ. ഓനെന്താ വിടാത്തതെന്ന് വെച്ചാൽ ഓന് റോട്ടിക്കൊക്കെ ഇറങ്ങിയാൽ വണ്ടികളും അവിടെയും ഇവിടെയൊക്കെ നോക്കും. വണ്ടി എടുത്തു കൂടെ പോയാലൊന്നും ശ്രദ്ധിക്കൂല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ ഞാൻ ഓനെ എന്താ പറയുക, കൈ പിടിച്ചല്ലാതെ ഓനെ നടത്തൂല. ഞാനൊക്കെ ഈ പ്രായത്തിലൊക്കെ മദ്രസൊക്കെ ഒറ്റയ്ക്ക് തന്നെ പോയത്. പക്ഷെ എനിക്ക് ഓൻ്റെ കാര്യത്തിൽ എന്തോ ഭയങ്കര പേടിയാണ്. കാരണം ഒരു ശ്രദ്ധക്കുറവ് അറിയില്ലേ, അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ പോയി. ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ഉപ്പാനെ കണ്ടിരുന്നു. അപ്പോൾ ഉപ്പ ചോദിച്ചു എവിടുക്കാ ഞങ്ങൾ പോകണത് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പം വരാറുണ്ട്. അപ്പൊളിന്നല്ലേ അപ്പൊളിയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഇവിടെ ഇല്ലോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അതാ ഇപ്പാനെ കണ്ടപ്പോൾ ഇപ്പാൻ്റെ അടുത്ത് പോയി കണ്ടോ അങ്ങനെ പറയട്ടെ. എൻ്റെ ക്യാമറ ഇപ്പാൻ്റെ ഭാഗത്തുനിന്ന് തിരിഞ്ഞത് ഞാൻ കണ്ടിട്ടില്ലേനു. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പാനോട് ഇങ്ങനെ പറയുന്നു ഞങ്ങളിങ്ങനെ സമ്മാനം മേടിച്ചു കൊടുക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വളി മാല ഫാൻസി ഒക്കെ ആണെങ്കിൽ എന്നെ ഇങ്ങനെ ചീത്തരടിച്ച് പൈസ വെറുതെ നാസാക്കണമെന്ന് ഓൽക്കാണ് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പാക്ക്. അപ്പോൾ ചിരിച്ചിങ്ങനെ തള്ളിയിട്ടോ. മെയിൻ്റെ ചില അതിൽ ഞങ്ങളിതാ പോയി വന്നപ്പോൾ ഇതിന് കാക്കിയും കുട്ടിയും കൂടി ഇപ്പിയും മോനും കൂടി കാക്കും എനിക്കല്ലേ. അപ്പോൾ ഇപ്പിയും മോനും കൂടി സ്കൂളിൻ്റെ അവിടെ വന്ന് നിൽക്കണിട്ടോ ചായ അടിച്ചാൻ. അപ്പോൾ അതാ വലിയ മോന് ചെറുതിനോട് വേണോ വെച്ചപ്പോൾ ഓനക്ക് അതൊന്നും വേണ്ട. ഓന് ഞങ്ങൾ പോകുന്നപ്പോൾ നുളോളിച്ചിന്ന് വെച്ചപ്പോൾ നുളോളിച്ചിട്ടൊന്നുമില്ല. ഇവനവർക്ക് ചായ ആണെന്നാണ് അപ്പം അങ്ങനെ പോകുന്നതാണ് പറഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങൾ ചായപ്പീടിക്ക് എത്തി. ചായപ്പീടി നമ്മൾ തൊട്ട ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക എപ്പോഴും ഈ കടി കിട്ടി കടിക്കൊരു മടുപ്പാണ് ചില നേരത്ത് കേട്ടോ.
എനിക്ക് സത്യം പറഞ്ഞാൽ ചായ കുടിച്ചാലൊന്നും പോതില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. കാക്കൂന് പോരേ ഇറങ്ങാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വേണ്ട വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അതിർപ്പത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഈ അവിടെ ബ്രോസ്റ്റൊക്കെ കിട്ടും. അവിടെ മറ്റേ 40 റുപ്യേൻ്റെ ഓഫർ ബ്രോസ്റ്റ് അങ്ങനത്തെ ഒക്കെ വാങ്ങി തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉള്ളിവട വാങ്ങി തന്നാൽ എനിക്ക് അത് മതിയാണ്. അപ്പോൾ ഞാൻ കാപ്പിയും ഉള്ളിവടയാണ് അധികവും കാപ്പിയായിട്ട് കുടിച്ചിട്ട് അതാ ഇഷ്ടം. അങ്ങനെ അതൊക്കെ കുടിച്ചിങ്ങാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക.